Hello guys, thanks for checking back on my channel, Mr. Chef. Guys, നമ്മുടെ ചാനലിൽ വളരെയധികം റിക്വസ്റ്റ് ചെയ്ത ഐറ്റമാണ് ഫിഷിൻ്റെ ഐറ്റം. അതുമാതിരി തന്നെ നല്ലൊരു ഫിഷിൻ്റെ പിക്കിളിൻ്റെ ഡിഷ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് പിക്കിളിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ തന്നെ കുക്ക് ചെയ്യാണ്ട് വേറൊരാളെ കൊണ്ട് നമ്മുടെ ചാനൽ കുക്ക് ചെയ്ത് കാണിക്കുന്നതെന്ന്. അതിന് സിമ്പിളായിട്ടുള്ള ഒരു ആൻസറേ ഉള്ളൂ. നമ്മളുടെ ലോകത്തിലുള്ള ഒരു ഷെഫും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ റെസിപ്പി അറിയുന്ന ആൾക്കാരായിരിക്കില്ല. എന്നെക്കാളും അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഷെഫായാലും അതിനേക്കാളും നല്ല റെസിപ്പികൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ഈ പറയുന്ന ഹോട്ടലിൽ വർക്ക് ചെയ്യാത്ത അല്ലാന്നുണ്ടെങ്കിൽ കേറ്ററിംഗ് കോളേജിൽ പോകാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരാളാണ് ഞാനിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതാണ് നമ്മളുടെ ജോയ് ചേട്ടൻ. അപ്പോൾ ജോയ് ചേട്ടാ ഒരു മിനിറ്റ് വന്നേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ജോയ് ചേട്ടൻ. ജോയ് ചേട്ടൻ 30 വർഷമായിട്ട് കേറ്ററിംഗ് ചെയ്യുന്നതാണ്. ആൾ പ്രൊഫഷണലായിട്ട് കുക്കിംഗ് കോഴ്സ് പഠിക്കും അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലൊന്നും വർക്ക് ചെയ്തില്ല. പക്ഷേ ആളുടെ ഒരു കൈപ്പുണ്യം അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ ഉണ്ടാക്കുന്ന ഡിഷുകളുടെ ടേസ്റ്റ് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിക്കിളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചത് നാരങ്ങ അച്ചാറായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് പിക്കിളാണ്. കാരണം നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് കിട്ടിക്കുന്നത്. ചേട്ടൻ്റെ ഏറ്റവും നല്ല റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ചേട്ടൻ 30 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ കഴിവ് നമ്മളിന്നിവിടെ തെളിയിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സൊക്കെ അത് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ? അപ്പോൾ ചേട്ടാ നമുക്ക് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? കായ ഉരുക്കണം. ഓക്കെ, ആദ്യമായിട്ട് സ്റ്റൗ ഓണാക്കാം. ഗൈസ് നമ്മുടെ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഉരുളി എടുത്ത് വെക്കാം അല്ലേ ചേട്ടാ? ഓക്കെ, നമ്മൾ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് നമ്മൾ തുടച്ചെടുക്കണം. കുറച്ച് വെള്ളമുണ്ട്. ആദ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ചേട്ടാ നമ്മളൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ? 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കായം നമ്മൾ എത്ര 30 ഗ്രാമാണ് ഇത്. 30 ഗ്രാം ഇതിലേക്ക് ഇടുകയാണ്. കായം കുറവായി തുടങ്ങി. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിക്കല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ ഉരുക്കിയെടുത്ത കായ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത എന്താണ് നമ്മളുടെ പരിപാടി? മീൻ വറക്കാനുള്ള പരിപാടി. മീൻ വറക്കാനായിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ചെറിയ ഉരുളിയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കാരണം നമുക്ക് അധികം ഓയിൽ വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ ഉരുളി എടുത്തേക്കുന്നത്. 500 ml വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇടാം. അപ്പോൾ ചേട്ടാ നമ്മൾ മീന് ഇതെങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തത്? നമ്മളെങ്ങനെ മസാലയൊക്കെ എങ്ങനെ തിരുമിയ? ഇത് മുറിച്ചിട്ട് 3 സ്പൂണ് ഉപ്പ്, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂട്ടി തിരുമ്പി 1 മണിക്കൂർ മുമ്പ്. അപ്പോൾ ഈ സ്പൂൺ എന്ന് പറയുന്നത് ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂണാണ്. ഓക്കെ, അത് നമുക്ക് എത്ര ടൈമാണ് നമ്മളിത്? അത് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ. 3 മണിക്കൂറൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ ഗൈസ് അതാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഉപ്പും 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 1.5 മണിക്കൂറാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മീൻ ഫ്രൈ ആയിട്ട് കോരി എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ കഴിച്ച് നമ്മളുടെ ഫിഷ് ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി ഈ ഒരു കളറ്, അതായത് ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ വരുമ്പോഴാണ് നമുക്കിത് എടുക്കേണ്ടത്. അടുത്തായിട്ട് നമ്മളുടെ ബാക്കിയുള്ള ഫിഷും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം അല്ലേ ഇതിലേക്ക്? ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറിവേപ്പിലയും കൂടെ ഇതിലിടുന്നത്. അടുത്തായിട്ട് സ്റ്റൗ കത്തിച്ച് ഉരുളി വയ്ക്കാൻ പോകണം. അപ്പോൾ കഴിച്ച് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത ഫുൾ ഓയിൽ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചേട്ടാ അപ്പോൾ അടുത്തത് എന്താണ് പരിപാടി? എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് എന്താ ഇടുന്നത്? 50 ഗ്രാം അല്ലേ? കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി ഉലുവ 50 ഗ്രാം. അടുത്തതായിട്ട് പച്ചമുളക് അരിഞ്ഞത് 30 ഗ്രാം. കറിവേപ്പില കറിവേപ്പിലയുടെ ഒരു പിടി കറിവേപ്പിലാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അടുത്തായിട്ട് നമ്മൾ പച്ചമുളക് ഇടുന്നല്ലേ ചേട്ടാ? അടുത്തായിട്ട് എരിവുള്ള മുളക്, അതായത് നാടൻ മുളക് ഒരു 100 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി വരട്ടി ഒഴിക്കാം. ഇഞ്ചി 50 ഗ്രാം ചെറുതായിട്ട് നുറുക്കി. വെളുത്തുള്ളി നടുവേ പൊളിച്ചത് 100 ഗ്രാം. നമ്മളിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ
വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്ത പേസ്റ്റാണ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് 6 ടേബിൾ സ്പൂൺ. അപ്പോൾ ഗൈസ് നമ്മൾ 6 ടേബിൾ സ്പൂൺ റെഗുലർ മുളക് പൊടിയാണ് ഇടുന്നത്. 6 ടേബിൾ സ്പൂൺ റെഗുലർ മുളക് പൊടി. അതിന് കൂടെ തന്നെ നമ്മൾ 6 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഗൈസ് അപ്പോൾ നമ്മുടെ മസാല നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്ത കായമാണ് ഇതിലേക്ക് ഇടുന്നത്. ഉലുവ പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് അടുത്തത്. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അടുത്തായിട്ട് എണ്ണ ഒഴിക്കുക, നല്ല എണ്ണ ഒഴിക്കുക, 300 ml. ഉപ്പ് 3 ടേബിൾ സ്പൂൺ. ചേട്ടാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത മാതിരിക്ക് തോന്നണം അല്ലേ? അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചോറുക്കാം. എന്തോരം വയ്ക്കണം? അടുത്തതായിട്ട് നമുക്ക് വിനാഗിരി വയ്ക്കാം, 1 ലിറ്റർ. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇടുകയാണ് അടുത്ത ഇതിലേക്ക്. അപ്പോൾ ചേട്ടാ നമ്മളുടെ അച്ചാർ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കാണുന്നതിന് ഫസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇമ്പ്രഷൻ പറഞ്ഞാൽ നമ്മളുടെ ലുക്കാണ്. നിങ്ങൾ ഓൾറെഡി വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടാവും. നല്ല കളറാണ്, ഗ്രേവിയൊക്കെ കറക്റ്റ് എമൗണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളുടെ ഉപ്പ് പുളി എല്ലാം കറക്റ്റാണ്. നമുക്കറിയാവുന്ന ഒരു അച്ചാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഉപ്പ് പുളി എരിവ്, ഈ 3 സംഭവം നമ്മൾ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ചാർ സെറ്റാണ്. അപ്പോൾ അത് ചേട്ടൻ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അച്ചാറുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. എനിവേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷൻ എഴുതിയിരിക്കാൻ മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ വീഡിയോസ്, പുതിയ റെസിപ്പീസ്, പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുമാതിരി നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ സെക്കൻഡ് ഔട്ട്ഡോർ വീഡിയോ ആണ്. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് ഔട്ട്ഡോർ വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ അതോ ഇൻഡോർ വീഡിയോ ആണോ കാണാൻ താല്പര്യം, അതും കൂടെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് റെസിപ്പി കിട്ടുവാനും അത് ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.